നമസ്കാരം. എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് തോട്ട്സുകളെ ഹാൻഡിൽ ചെയ്യാൻ ശീലിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഒരു 3/4 നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവുകൾ അല്ലേ? ജീവിതത്തിൽ ഒരു ദിവസം എത്ര കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതിലൊരു 90% കാര്യങ്ങളും നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുന്നത്. അത് നമുക്ക് പോസിറ്റീവായി ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതിലുണ്ടെങ്കിലും കൂടി നമ്മൾ അതിലേക്കാണ് എത്തുന്നത്. എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിലേക്കാണ് നമ്മളെപ്പോഴും പോകുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ട എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളൊരു കുരങ്ങനെ കണ്ട, കുരങ്ങനെ കുറിച്ച് ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ ചിന്തിക്കുക, 10 സെക്കൻഡ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയെ ചെയ്യരുത് വിചാരിച്ച് നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ കുരങ്ങൻ മാത്രമല്ലാണ്ട് വേറൊരു സംഭവം വരിക. അതാണ് നമ്മളുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത. നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നോ നമ്മളെ മനസ്സിൽ അതിനെക്കുറിച്ച് മാത്രമുള്ള ചിന്തയായിരിക്കും കടന്നു വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാൻ ശീലിക്കുക വേണം. നമ്മളുടെ മനസ്സും ശരീരവും ചേർന്നിട്ടുള്ള ഒരു വെഹിക്കിളാണ് ശരിക്കും നമ്മുടെ ലൈഫ്. നമ്മൾ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക വേണം. നമ്മളുടെ ആ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ശരീരവും ഉണ്ട്, മനസ്സും ഉണ്ട്. ഈ രണ്ടും കൂടി ചേർന്നിട്ടുള്ള വണ്ടി അത് തന്നെ ഓടിപ്പോവാൻ ഉള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. അതിലെ ഡ്രൈവർ സീറ്റിൽ നമ്മളായിരിക്കണം ഇരിക്കേണ്ടത്. ആ വണ്ടി എവിടേക്ക് പോകണം, ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകേണ്ടതെന്നുള്ള ചിന്തിക്കാനുള്ള അതിലേക്ക് പ്രാപ്തമാക്കാനുള്ള ഒരു മനസ്സിനെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമുക്ക് ഈ എപ്പോഴും ചിന്തകൾ വരുന്നത് എപ്പോഴും ഇപ്പൊ നമ്മൾക്കൊരു എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ ആദ്യം എന്താ ചിന്തിക്കുക? ചെറുതായിട്ടിപ്പോ ഒരു വേദന വന്നിട്ടുണ്ടാവും, നമ്മൾ ആദ്യം വിചാരിക്കും എനിക്ക് എന്താ ആ അസുഖമായിരിക്കും, ഈ അസുഖമായിരിക്കും, നമ്മളുടെ ചിന്തകൾ ആദ്യം പോകുന്നത് നെഗറ്റീവായിരിക്കും. അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഉണ്ടാകാറുള്ളത്? പെട്ടെന്ന് ഇപ്പൊ നമ്മള് ഒന്നും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ വീട്ടിലൊരാള് കുറച്ച് നേരം വൈകി വരാന്ന് വിചാരിച്ചു. അപ്പൊ എന്തോ ഒരേ സമയത്ത് വരുന്ന ആളാണ്, അയാൾ കുറച്ച് നേരം വൈകി കഴിഞ്ഞാൽ നമ്മളപ്പൊ എന്തൊക്കെയോ വിചാരിക്കുക. നമ്മളുടെ ചിന്തകളൊക്കെ കാട് കയറിക്കൊണ്ടിരിക്കും. വേണ്ടാത്ത ചിന്തകളല്ലാണ്ട് പോരാ, എന്താ പറ്റിയാണാവോ, എന്ത് സംഭവിച്ചാണാവോ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടാൻ വളരെ മിടുക്കാണ് നമ്മളെ മനസ്സിനല്ലേ. അപ്പൊ നമ്മളുടെ മനസ്സിനെ നമ്മളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. നമുക്ക് വേണ്ടി സെർവ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ മനസ്സും അതെ ശരീരം അതെ, രണ്ടും കൂടെ ഒരേപോലെ വർക്ക് ചെയ്തെങ്കിലാണ് നമുക്ക് ശരിയായ രീതിയിലേക്ക് നമ്മളതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളത് നമ്മളുടെ എപ്പോഴും ആ ഒരു നെഗറ്റിവിറ്റി കിട്ടണോ, അതായത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയി മാറ്റിയിരിക്കുകയാണ് നമ്മൾ അത് അറിയുന്നില്ല. ശരിക്കും നമ്മളുടെ സൈക്കോളജിക്കലി നമ്മളുടെ ഉള്ളിലുള്ള ഒരു സംഭവമുണ്ട്. നമ്മളുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ബിസി ലൈഫാണ്. ഈ ബിസി ലൈഫിൽ നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമേ ഇല്ല. എല്ലാവരും ബിസിയായിട്ട് എല്ലാ കാര്യങ്ങളും ചാടി നടന്ന് ചെയ്യുന്നുണ്ടെങ്കിലും കൂടി അവനവനിലേക്ക് എത്തി നോക്കാനോ അവനവന് വേണ്ടി ഒരു സമയം കണ്ടെത്തി അതിലേക്ക് നോക്കാനോ ഉള്ളൊരു സമയം കണ്ടെത്തുന്നില്ല. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ മെഡിറ്റേഷനിലിരിക്കുക. മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെ മനസ്സിനെ പ്രാപ്തമാക്കുക. നെഗറ്റീവ് തോട്ട്സുകളെ കൺട്രോൾ ചെയ്യുക. അതായത് നമ്മുടെ ചിന്തകളെ ഒരിക്കലും നമ്മളെ ചിന്തകളെ അഴിച്ചുവിടരുത്. നമ്മൾക്ക് കൺട്രോൾഡ് ആയിരിക്കണം നമ്മുടെ ചിന്തകൾ. നമ്മൾ എന്ത് ചിന്തിച്ചാലും ഇല്ലെങ്കിലും അത് നടന്നിരിക്കും. ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ എന്ത് സംഭവിക്കണം എന്നുള്ളത് മുൻകൂട്ടി ദൈവനിശ്ചയമാണ്, അത് നടന്നിരിക്കും. അതിപ്പോ നമ്മൾ അതിനെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായി അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ടോ കാര്യമില്ല. നടക്കാനുള്ളത് നടന്നിരിക്കും. പിന്നെ എന്തിനാണ് നമ്മളത് ആലോചിക്കുന്നത്? അത് ആലോചിച്ചാലും ഇല്ലെങ്കിലും ആ സംഭവം അവിടെ നടന്നിരിക്കും. അപ്പൊ അതിനെ ആ വഴിക്ക് വിടാൻ നമ്മളെ മനസ്സിനെ പ്രാപ്തമാക്കണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിരിക്കും. എനിക്ക് എന്റെ അനുഭവത്തിൽ വെച്ചിട്ടാണ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഏത് പ്രശ്നത്തെയും ഇപ്പം ഒരു 2-3 വർഷം മുന്നേയുള്ള ഞാനല്ല ഇപ്പോൾ. എനിക്കറിയാം എന്നിലുള്ള മാറ്റം. ഞാൻ ഈ മെഡിറ്റേഷനിലൂടെ എൻ്റെ മനസ്സിനെ കാം ആൻഡ് കൂൾ ആക്കി വെക്കാനും പ്രശ്നങ്ങൾ നേരിടാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതൊരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടോ നെഗറ്റീവ് വഴിയിലോ പോവില്ല. എപ്പോഴും പോസിറ്റിവിറ്റിയിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് വരുള്ളൂ. എന്താണോ നമ്മൾ ആലോചിക്കുന്നത് അതിലേക്കാണ് നമ്മൾ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് പോവുക. നെഗറ്റീവ് ചിന്തകളെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ മനസ്സിനെ പ്രാപ്തമാക്കുക നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ നിന്ന് നെഗറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്നല്ല, വരുന്ന നെഗറ്റിവിറ്റികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അതിനെ പോസിറ്റീവായ രീതിയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് വരും.
ഒരു മനോധൈര്യം മനോബലം എല്ലാവരും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും.